ജുലാനയിൽ വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നു എന്ന സുപ്രധാനമായ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നു. ആദ്യത്തെ ഫലസൂചനയിൽ ജുലാനയിൽ വിനേഷ് ഫോഗട്ട്, ഇന്ത്യയുടെ പുത്രി എന്ന് കഴിഞ്ഞ ഒളിമ്പിക്സിന് ശേഷം അറിയപ്പെട്ട ഗുസ്തി താരങ്ങളുടെ പ്രൊട്ടസ്റ്റിന്റെ പ്രതിഷേധത്തിന്റെ മുഖമായിരുന്ന വിനേഷ് ഫോഗട്ട് ഇത്തവണ കോൺഗ്രസിന്റെ പോസ്റ്റർ ഗേൾ ആണ്. ഹരിയാനയിൽ വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നതായ ഏറ്റവും ആദ്യത്തെ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ്. 41-25 എന്നുള്ള നിലയിൽ കോൺഗ്രസ് ലീഡ് എടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് ആണ് മുൻപിൽ ഹരിയാനയിൽ. വിനേഷ് ഫോഗട്ട് ജനങ്ങൾ അണിയിച്ചു കൊടുക്കുന്ന സ്വർണ്ണ പതക്കം തന്നെ കളത്തിൽ കുതികാല് വെട്ടിയവർക്ക് നേരെ ഉയർത്തി കാണിക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന്റെ ഉത്തരം കൂടി വരികയാണ്. ഇതൊരു വലിയ യുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കളത്തിലേക്ക് വിനേഷ് ഫോഗട്ട് ഇറങ്ങി വരുന്നത്. ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത കൂടി പ്രേക്ഷകർ അറിയിക്കുന്നു. ഈ 40 സീറ്റിലധികം കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ, 41 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡ ലീഡ് ചെയ്യുകയാണ്. വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നു, ഭൂപീന്ദർ ഹൂഡ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് ഓഫീസുകൾ ആഹ്ലാദാരവങ്ങളിലേക്ക് പോകാൻ സമയമായോ? ആയിട്ടില്ല. 8:24 ആയിട്ടേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജമ്മു കാശ്മീരിൽ നിന്നുള്ള EVM കൗണ്ടുകൾ വന്നു തുടങ്ങിയിട്ട് പോലുമില്ല. അതുകൊണ്ട് കാത്തിരിക്കണം, അന്തിമമായിട്ടില്ല. എന്തായാലും ആദ്യത്തെ ഫലസൂചനകൾ, പ്രാഥമിക ഫലസൂചനകൾ കോൺഗ്രസിന് അനുകൂലമാണ്. കോൺഗ്രസിനൊപ്പമോ ഹരിയാന? കാത്തിരിക്കണം. ചൗധരി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ തലയിൽ അണിക്കാൻ ഒരു തലപ്പാവുമായി അണികൾ അവിടേക്ക് എത്തി തുടങ്ങി എന്നുള്ളതാണ് അർജുൻ പീതാംബരൻ നമ്മളോട് നേരത്തെ പറഞ്ഞത്. അങ്ങനെ അവനവന്റെ മനസ്സിലെ രാജാവായി ഭൂപീന്ദർ സിംഗ് ഹൂഡയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞോ അവിടുത്തെ ജനങ്ങൾ എന്നുള്ള ചോദ്യമാണ്. 10 വർഷക്കാലം നീണ്ട BJP ഭരണത്തിന് ശേഷം വീണ്ടും ഒരു അട്ടിമറി 2005-ന് സമാനമായി അവിടെ ഭൂപീന്ദർ സിംഗ് ഹൂഡ നടപ്പിലാക്കുമോ എന്നുള്ളതാണ്. ജാട്ട് വോട്ടുകളുടെ കരുത്തിൽ, ഭരണപക്ഷ വിരുദ്ധ വികാരത്തിന്റെ കരുത്തിൽ ഒക്കെ ഭൂപീന്ദർ സിംഗ് ഹൂഡ ഹരിയാനയിൽ വീണ്ടും ഒരു അത്ഭുത പ്രതിഭാസമായി ഉദിച്ചുയർന്നു വരികയാണോ എന്നുള്ളതാണ്. തീർച്ചയായും BJP ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 25 സീറ്റുകളിലാണ്. അവർക്ക് എത്രമാത്രം ലീഡ് നില ഉയർത്താൻ കഴിയും? കഴിഞ്ഞ 2 തവണയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ഭരണകക്ഷിയും BJP ആയിരുന്നു. ഇത്തവണ BJP വാഴുമോ അതോ വീഴുമോ? അംബാല കന്റോൺമെന്റിൽ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി അനിൽ വിജ് മുഖ്യമന്ത്രിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാക്കളുടെ ഒരാൾ അനിൽ വിജ് ലീഡ് ചെയ്യുകയാണ് എന്ന വിവരം പ്രേക്ഷകർ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെയുള്ള പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്നത് വിനേഷ് ഫോഗട്ട് എന്ന ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ, ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖയായ വനിതാ ഗുസ്തി താരം, ഗുസ്തി സമര മേഖലയുടെ ആകെപ്പാടെ പോസ്റ്ററുകളായി മാറിയിട്ടുള്ള വിനേഷ് ഫോഗട്ട് വിജയിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ജുലാനയിൽ നിന്നുള്ള ആദ്യത്തെ ഫലസൂചന അനുസരിച്ച് വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. ഹരിയാന യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു പടി മുൻപിൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ലീഡ് നില ഇതാ 44-ലേക്ക് ഉയരുന്നു. കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തേക്ക്. ലീഡ് നിലയാണ്, ഭൂരിപക്ഷമല്ല, ലീഡ് നില 44-23 എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ ലീഡ് നില ഇതാ 44-ലേക്ക് കുതിച്ചു കയറുന്നു. BJP 23 ഇടങ്ങളിലാണ് ഹരിയാനയിൽ ലീഡ് ചെയ്യുന്നത്. INLD 2 ഇടത്തും, മറ്റുള്ളവർ 4 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. ഒരു ഹങ് അസംബ്ലി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കശ്മീരിൽ എന്നുള്ളതാണ് നമുക്ക് ഫലസൂചനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 56 ഇടങ്ങളിലെ ഫലസൂചന പുറത്തു വരുമ്പോൾ 24-22 എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന ലീഡ് നില എന്ന് പറയുന്നത്. PDP 3 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. 3 സീറ്റുകളിൽ മാത്രം. കഴിഞ്ഞ തവണ 28 സീറ്റുകൾ, 2014 28 സീറ്റുകൾ സ്വന്തമാക്കി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പാർട്ടി 2 സീറ്റുകളിൽ അല്ലെങ്കിൽ 3 സീറ്റുകളിൽ കിതയ്ക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും നിർണായകമാകുന്ന സീറ്റുകൾ തന്നെയായിരിക്കും PDP നേടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 3 സീറ്റുകളിലാണ് PDP ലീഡ് ചെയ്യുന്നത്. 19 ഇടത്ത് കോൺഗ്രസ് NC സഖ്യം ലീഡ് ചെയ്യുമ്പോൾ 3 ഇടത്ത് കശ്മീരിൽ, 3 ഇടത്താണ് PDP ലീഡ് ചെയ്യുന്നത്. കശ്മീർ വാലിയിൽ, കശ്മീർ താഴ്വരയിൽ 3 ഇടത്ത് BJP ലീഡ് ചെയ്യുന്നു എന്നതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. 3 ഇടത്ത് ഇപ്പോൾ PDP സീറ്റ് മാത്രമാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്, പ്രവചിക്കപ്പെട്ടിരുന്നത് എന്നുള്ളിടത്ത് 3 സീറ്റുകൾ എന്ന് പറയുന്നത് റെയിൽവേയുടെയൊക്കെ ഒരു വലിയ പ്രതീക്ഷയ്ക്ക് ആദ്യഘട്ടത്തിൽ വലിയ താങ്ങ് നൽകുന്നു. മേഖലയിൽ 5 സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നത് 5 ഇടത്താണ്. അതായത് ജമ്മുവിൽ കോൺഗ്രസിന് എത്രമാത്രം സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ചോദ്യം.